ഹലോ, വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൻ ഡയറീസ്. ലാസ്റ്റ് ടൈം ഞാൻ കൂന്തൽ നിറച്ചതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. സോ ഇന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ കൂന്തൽ നിറച്ചതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂന്തൽ നല്ല പോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം 2 ഓണിയൻ ഇതുപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി പൊടികളുടെ റോസ്മെല്ല് മാറി വരുമ്പോഴത്തേക്കും കൂന്തളിൻ്റെ തലയും അതിൻ്റെ പോലെ സൈഡിലെ വിങ്സ് ഒക്കെ ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കോക്കനട്ട് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, ആവശ്യത്തിന് ചെറുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോക്കനട്ട് മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ കൂന്തലിൻ്റെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ്സ് മാത്രം കുക്ക് ചെയ്തെടുക്കുക, ഓവർ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂന്തലിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഈ സമയം നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവും സ്പൈസും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂന്തലിൽ ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഫില്ലിങ് ഒന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മൾ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ടൈറ്റ്ലി ഫില്ല് ചെയ്യരുത്. ഒരു 75% മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കൂന്തലിൻ്റെ തലഭാഗം കൂടി ഇതിനകത്തേക്ക് വെച്ച് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളിത് ടൈ ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാ കൂന്തലും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഓവർ കുക്കായി പോകരുത്. മാക്സിമം ഒരു 5 മിനിറ്റ്സ് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഒരു റബ്ബറി സ്ട്രക്ചറായി മാറും. അതല്ലെങ്കിൽ ഈ ടൈമിൽ നിങ്ങളിത് കുക്കറിലിട്ടിട്ടൊരു 2 വിസിൽസ് കളഞ്ഞാലും മതി കേട്ടോ. അതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിത് സ്റ്റീമറിലാണ് വെച്ചിട്ടുള്ളത്. ഇത് സ്റ്റീമായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് വേണ്ട ഒരു ടൊമാറ്റോ ചട്നി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടൊമാറ്റോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് പ്യൂരിയാക്കിയിട്ട് അടിച്ചെടുക്കുക. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അതിൻ്റെ ആ ഒരു റോസ്മെല്ല് മാറി വരുമ്പോഴത്തേക്കും സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കുക. കൂന്തൽ ഓൾറെഡി നമ്മൾ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ടൊമാറ്റോയുടെ ഗ്രേവി പെട്ടെന്ന് തന്നെ കട്ടായി പോയിട്ട് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാതെ പോകും. അപ്പോൾ ഇതുപോലെ കൂന്തൽ വെച്ചിട്ട് ആ ഒരു ഗ്രേവി കംപ്ലീറ്റ് കൂന്തൽമ പിടിക്കുന്ന രീതിയിൽ നമ്മളൊരു 5 to 10 മിനിറ്റ്സ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം നമുക്ക് അടച്ചു വെച്ചൊക്കെ കുക്ക് ചെയ്യാം കേട്ടോ. ഫ്ലെയിം എപ്പോഴും ലോ ആവാൻ കീപ്പ് ചെയ്യണേ.
അതല്ലെങ്കിൽ ഗ്രേവി പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. നമുക്ക് കൂന്തൽമേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാത്തൊരു ഫീലിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് തിരിച്ചും മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവർ കുക്കാവരുത്, കൂന്തലിൻ്റെ സ്ട്രക്ചർ മാറിപ്പോകും. ഒരു ഓൾമോസ്റ്റ് ഞാൻ 5 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാല ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട്. ഇപ്പോൾ അതേ ഇതിൻ്റെ ഗ്രേവി ഓൾമോസ്റ്റ് ഇതിന് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു 2 മിനിറ്റും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരെ ഞാൻ ഇത് സ്റ്റൗവിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളുടെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്ലേവറാണ്, നല്ല സ്പൈസിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ കഴിക്കാനുള്ള ടേസ്റ്റാണ് കേട്ടോ. കിട്ടില്ല പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.